ഹലോ, എല്ലാവർക്കും എൻ്റെ ചാനലിലോട്ട് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാൽക്കപ്പ ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കപ്പയൊക്കെ കട്ട് ചെയ്ത് കഴുകി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളമൊക്കെ നല്ലപോലെ തിളച്ചപ്പം കട്ട് ചെയ്ത് വെച്ചിട്ട് കപ്പയൊക്കെ അതിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലപോലെ വേവണ്ട, ഒരു പകുതി വേവായാൽ മതി. ബാക്കി നമുക്ക് പിന്നീട് വേവിച്ചെടുക്കുന്നുണ്ട്. ഇപ്പം നല്ലപോലെ തിളച്ചിട്ടുണ്ട്, ഏകദേശം വെന്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഊറ്റി എടുക്കാം. ഇനി വേറൊരു പാത്രത്തിലോട്ട് ആ ഊറ്റിയ കപ്പ എല്ലാം ഇട്ട് കൊടുക്കാം. എന്നിട്ട് 2 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് 2ാം പാലാണേ, 2 കപ്പ് ഉണ്ട്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇനി അതിലോട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പും കൂടി ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ഇനി അതിലോട്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ ചേർക്കാനുണ്ട്. ഇപ്പം നല്ല ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ആദ്യം തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചത്, ഒരു 4-5 ചെറിയ ഉള്ളി ചതച്ചത്, ഒരു 2-3 പച്ചമുളക് ചതച്ചത്. അത് എരിവിനനുസരിച്ച് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാമേ. ഇപ്പം വെള്ളമൊക്കെ ഇപ്പം നല്ലപോലെ 2ാം പാലൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ 1ാം പാൽ, 1/2 കപ്പ് 1ാം പാലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരു 3-4 മിനിറ്റ് ഒന്ന് ചൂടായാൽ മതി. അപ്പോഴത്തേക്കും നമ്മുടെ പാൽക്കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ കുറച്ചുകൂടെ ഇപ്പോൾ ആഡ് ചെയ്യാം. ഇനി നമുക്ക് കടുകൊന്ന് താളിച്ചെടുക്കാം. അതിനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായപ്പോൾ കടുകിട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി, പിന്നെ കുറച്ച് വറ്റൽമുളക് ഒന്ന് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന പാൽക്കപ്പയിലോട്ട് അത് ഒഴിച്ചു കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാൽക്കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇതിൻ്റെ കൂടെ നമുക്ക് ബീഫ് കറിയോ ഫിഷ് കറിയോ ഒക്കെ കൂട്ടി കഴിക്കാം. നല്ല ടേസ്റ്റാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.